ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ BS6 മോഡലാണ്. അത് നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് ജനറൽ സർവീസായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിന് ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ക്ലച്ച്, അതുപോലെ എയർ ഫിൽറ്റർ, ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇത് ബാക്കിൽ ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ കിട്ടാൻ പറ്റുന്നില്ല. ഇത് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ ഈ ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആണ്. അതുപോലെ ഫ്രണ്ടിലെ രണ്ട് ബ്രേക്ക് കേബിളും കംപ്ലൈൻ്റ് ആണ്. അത് കാണിച്ചാൽ ഈ ബ്രേക്ക് കേബിൾ നല്ല ടൈറ്റാണ് ഈ കേബിൾ. അതുപോലെ ബ്രേക്ക് നല്ല ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ ബാക്കിൽ ബ്രേക്ക് കേബിൾ മാറണം. അതുപോലെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. ഓട്ടോ ക്ലച്ചിൻ്റെ യൂട്ടായാലും അതിൻ്റെ ബെൽറ്റായാലും വേറെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്ററും കുഴപ്പമൊന്നുമില്ല, എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകും. ഇരിക്കുന്ന ആംബ്രോണിൻ്റെ 2024 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷനോടൊക്കെ ചെക്ക് ചെയ്ത് പോകും. വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.95 വോൾട്ട് ഉണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ഉണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്തതിൽ അറിയാതെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ബാറ്ററി ഓക്കെയാണ്. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 ബ്രേക്ക് കേബിളും മാറണം. അതായത് ഔട്ടർ വലിയിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഇതിന് വലിയുള്ള ഒരു ഗ്യാപ്പ് ഇല്ല അതിനാണ്. അപ്പോൾ 2 ബ്രേക്ക് കേബിളും മാറണം. അതാണ് ഇപ്പോൾ ഈ ബ്രേക്കൊക്കെ നല്ല ടൈറ്റാണ്. ഫ്രണ്ടിൽ 2 ബ്രേക്ക് കേബിളും മാറ്റി വീലൊക്കെ നയിച്ചത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗിലും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. മെയിനായിട്ട് ആ 3 ബ്രേക്ക് കേബിൾ മാറ്റുക, അതാണ് ആ ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ്. ആ വണ്ടി ഒരു സൈഡൊക്കെ തിരിക്കുമ്പോൾ നല്ല ടൈറ്റ് വരികയാണ്. അപ്പോൾ ആ ബ്രേക്ക് കേബിളൊക്കെ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോട്ടിക്കൊന്ന് റിപ്ലൈ ചെയ്തിട്ട്